ഗുരു, എന്താണ് രാജപാത? രാജപാതയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ആക്ച്വലി രാജപാത എന്ന് പറയുന്നതിന് ഇന്നൊരു മീനിങ് ഉണ്ട്. മനസ്സിൻ്റെ വഴി എന്നർത്ഥം. രാജ എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം. അതുകൊണ്ട് ഇതിൽ കൃഷ്ണൻ ഗീതയിൽ തന്നെ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറഞ്ഞാൽ രാജവിദ്യ എന്നാൽ മനോവിദ്യ, മനോഗുഹ്യം, ഏറ്റവും ഗുഹ്യമായിട്ടുള്ളത് ഉള്ള യോഗ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൊടുക്കണം. അത് സാംഖ്യയോഗം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പം ഈ മനസ്സിൻ്റെ യോഗ, ഇപ്പം ഈ മനസ്സെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ മനസ്സിനാണെങ്കിൽ 7 തട്ടുകളുണ്ട്. അപ്പോൾ ഈ മനസ്സിനെ ഇപ്പം ഈ ആക്ച്വൽ നമ്മുടെ പ്രൊജക്ഷൻ, ഇപ്പം പ്രൊജക്ഷൻ എപ്പോഴും ഫ്രണ്ട് സൈഡിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ലൗകികമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഇതുപോലുള്ള കർമ്മങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ പ്രൊജക്ഷൻ്റെ രീതിയാണ്. മനസ്സിൻ്റെ പ്രൊജക്ഷൻ എപ്പോഴും ഫ്രണ്ടിലായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും മുമ്പേ നിൽക്കുകയുള്ളൂ, ബാക്കിലോട്ടില്ല. ശരി ശരി. എന്നാൽ യോഗ എപ്പോഴും പഠിപ്പിക്കുന്നത് ഈ ബാക്കിലോട്ട് പോകുമെന്നാണ് പഠിപ്പിക്കുന്നത്. ബാക്കിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് പോവുകയല്ല അതിൻ്റെ മീനിങ്. നമുക്ക് ബാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ തലയുടെ ബാക്ക് സൈഡ്, അതുപോലെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡ്, അത് സുഷുമ്ന എന്ന് അല്ലെങ്കിൽ നട്ടെല്ലെന്ന് പറയുന്നത്, ഇതൊക്കെയാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് സുഷുമ്ന എന്ന കേന്ദ്രമാണ്. അതിനാണ് അവർ പല പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് സരസ്വതി എന്നും സുഷുമ്ന എന്നും രാജപാത എന്നും പല പേരുകളതിനും കൊടുത്തിരുന്നു. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന മനസ്സിനെ എപ്പോൾ ബാക്കിലോട്ട് കൊണ്ടുവരുന്നു ആ സമയത്താണ് നമ്മൾ സ്വയം അറിയാൻ തുടങ്ങുന്നത്. അതുവരേക്കും നമുക്ക് ഒരു അറിവും വരികയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എല്ലാവരെയും നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ സ്വയം കണ്ണടച്ച് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ നിന്ന് മാറി നിൽക്കുകയാണ്, എന്നാൽ ഫ്രണ്ടിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. അപ്പം നമുക്ക് വന്നിട്ട് നമ്മളെക്കുറിച്ച് ഒരു ബോധവും ഇവിടെയില്ല. ഇപ്പോൾ സെക്കൻഡ്ലി വന്നിട്ട് നമ്മൾ എവിടെ എന്ത് ചെയ്താലും മറ്റുള്ളവരെക്കുറിച്ചുള്ള ഫീലിങ്സ് അല്ലാതെ നമ്മളെക്കുറിച്ചുള്ള ഫീലിങ്സ് അല്ല. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീലിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ചേർക്കുന്നു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാരണം. എന്നാൽ നാം നമ്മിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് യോഗിമാർ പരമാവധി അന്ന് തൊട്ട് ഇന്ന് വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഒരേ ഒരു വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറയും. അതായത് സുഷുമ്നയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. ഇപ്പോൾ സുഷുമ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈനൽ കോഡിനകത്ത് കൊണ്ടുവരാൻ പറയുന്നു. എന്തിനു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ മനസ്സിനെ നമ്മുടെ അകത്താക്കണമെങ്കിൽ ഇതുപോലുള്ള ചില വിദ്യകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സ് മെരുകി നമ്മുടെ അടുത്ത് വരുള്ളൂ. ആ മെരുക്കാനുള്ള ഒരു ആക്ട് മാത്രമാണ്. അപ്പോൾ അതിന് അവർ സുഷുമ്നാപാത സെലക്ട് ചെയ്ത് അതിനാണ് രാജപാത എന്ന് അവർ പറഞ്ഞത്. ആ വഴി നമുക്ക് പ്രാണനെ കയറ്റിയിറക്കാനും ഇങ്ങനെയുള്ള പല ടെക്നിക്സ്. ആക്ച്വലി വന്നിട്ട് നമ്മുടെ ലങ്സ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ ഓക്സിജൻ ഉണ്ട്. അത് നമ്മുടെ സെല്ലുകളിലൊക്കെ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറകോട്ട് പോയെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യുള്ളൂ. അതിനാണ് രാജപാത എന്ന് പറയുന്നത്.